നടൻ അല്ലു അർജുൻ കൊച്ചിയിൽ പുഷ്പ 2-ന്റെ പ്രമോഷന് വേണ്ടിയാണ് തെലുങ്ക് താരം എത്തിയത്. നൂറുകണക്കിന് ആരാധകരാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ അല്ലു അർജുനെ കാണാനായി തടിച്ചുകൂടിയത്. ആ ദൃശ്യങ്ങൾ നോക്കുക, അതിൻ്റെ തിരക്കൊക്കെ കാണാം. മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ അവിടെ നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. അല്ലു അർജുൻ പുറത്തേക്ക് വരുന്നതിൻ്റെ ദൃശ്യങ്ങളാണ്. പുഷ്പ 2-ന്റെ പ്രമോഷന് വേണ്ടിയാണ് അല്ലു അർജുൻ എത്തിയിരിക്കുന്നത്. ശ്യാം പ്രസാദ് ഉത്തമനാണ് വിവരങ്ങളുമായി ചേരുന്നത്. ശ്യാം, എങ്ങനെയായിരുന്നു സംഭവം? പൊളിയായിരുന്നോ? കളറായിരുന്നോ? അല്ലു അർജുൻ ആരാധകരോട് ഇടപഴകിയോ അതോ ഈ കൈവീശി കാണിച്ച് പോവുകയായിരുന്നോ? എത്ര ദിവസമുണ്ട് ഇവിടെ? പ്രതീക്ഷ ലോകം മുഴുവൻ കാത്തിരിക്കുന്ന ആരാധകർ അല്ലു അർജുൻ്റെ സിനിമയായിട്ടുള്ള പുഷ്പ 2 ദ റൂൾ, ആ സിനിമയുടെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ടാണ് അല്ലു അർജുൻ കൊച്ചിയിലേക്ക് എത്തിയത്. അല്പം മുമ്പാണ് ഇവിടെ എത്തിയത്. പക്ഷേ ഇവിടെ വലിയ ഒരു ആരാധക കൂട്ടം തന്നെയായിരുന്നു. കേരളത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ നിന്നെത്തിയ ആരാധകരായിരുന്നു ഇവിടെ അല്ലു അർജുന് അഭിവാദ്യം അർപ്പിക്കുവാൻ വേണ്ടി ഇവിടെ തടിച്ചുകൂടിയത്. അതുകൊണ്ട് തന്നെ ഈ ഇവിടെ കൂടിയ ആളുകൾക്ക് മുന്നിൽ കൈവീശി കാണിച്ച് തന്നെയാണ് അല്ലു അർജുൻ മടങ്ങിയത്. ഇപ്പോൾ നമ്മോടൊപ്പം ഒരു സംഘമുണ്ട്. എവിടെ നിന്നാണ് എത്തി നിങ്ങൾ? എപ്പോഴാണ് പുറപ്പെട്ടെ? ഇന്നലെ വന്നതായിരുന്നു. അപ്പോൾ ഇന്ന് ഇവിടെ റൂം സ്റ്റേ ചെയ്ത് ഇന്ന് മെട്രോയിൽ ഇങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ ഏകദേശം 2 മണി തൊട്ട് ഇവിടെ ഉണ്ട്. അപ്പോൾ ആളെത്തിയത് ഏകദേശം 5 മണി ആയിട്ടുണ്ട്. കാണാൻ പറ്റുമോ? കാണാൻ പറ്റുമോ? ആവേശത്തോടെ പിന്നെ എപ്പാ കാണാൻ പറ്റാ? എന്താ ആവേശം? അടുത്തുനിന്ന് തന്നെ എത്ര സൗകര്യത്തിലാണ് കണ്ടത് നമ്മള്. എന്നാലും നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റി. ഒരു അഹംഭാവമില്ല. നമ്മളിവിടുത്തെ മലയാള നടന്മാരാണ്. ജാടയില്ലാതെ മലയാളിയുടെ സ്വന്തം അല്ലു അർജുനായി. അടിപൊളി. ഇവിടുത്തെ മലയാളത്തിലെ നടന്മാരാണ് ഒരുപാട് ജാട ഉണ്ടാവും. അതാണ് നമ്മുടെ പ്രത്യേകത. അതാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത് കൂടുതൽ. എങ്ങനെയാണ് അല്ലു അർജുൻ്റെ ആക്ഷൻ? അത് ഓൾവേസ് ഇങ്ങനെയാണല്ലോ. എന്തായാലും വലിയ ഒരു ആവേശം തന്നെയായിരുന്നല്ലോ നിങ്ങൾക്ക് എല്ലാവരും? ഭയങ്കര ആവേശമായിരുന്നു. പറയാൻ നമ്മൾ ഇന്നലെ മുതലേ വന്നു, രാത്രി സ്റ്റേ ചെയ്തു, രാവിലെ മുതലേ ഇരിപ്പാണ് ഇവിടെ നിൽക്കാൻ. കണ്ണൂരിൽ നിന്ന് മാത്രമല്ല, വിവിധ സ്ഥലങ്ങളിൽ നിന്നാണ്. 14 ജില്ലയിൽ നിന്നും ആൾക്കാരുണ്ട് ഇവിടെ. ഇതെങ്ങനെ ഫാൻസ് അസോസിയേഷൻ്റെ നേതൃത്വത്തിലാണോ? ഫാൻസ് അസോസിയേഷൻ. ഏകദേശം എത്ര പേര് ഇവിടെ തടിച്ചുകൂടിയിട്ടുണ്ടാവും? തടിച്ചുകൂടി ഒരു 10,000 അടുപ്പിച്ച് ആൾക്കാരുണ്ടാവും. വലിയൊരു തിരക്ക്. ഞാൻ വന്നപ്പോൾ ഇത്രയാളെ പ്രതീക്ഷിച്ചില്ലായിരുന്നു. തീർച്ചയായും വളരെ 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 സന്തോഷമുണ്ട് കാണാൻ പറ്റിയതിൽ. കുറേ കാലത്ത് ആഗ്രഹമായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു? നല്ല ഉണ്ടായിരുന്നു. എക്സ്പീരിയൻസ് നല്ല എക്സ്പീരിയൻസ് ആണ്. ഇഷ്ടപ്പാട് ആൾക്കാർ വന്നു. എല്ലാ ജില്ലയിലെ ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റി. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അല്ലു അർജുനെ കണ്ട പിന്നെന്താ കാണാൻ ഭംഗിയായിട്ട് കാണാൻ പറ്റി. ഇവിടെ വന്നപ്പോൾ തടിച്ചുകൂടി നിന്ന ആൾക്കാരെയൊക്കെ ഈ CRPF-ഉം മറ്റുമൊക്കെ സുരക്ഷാ ഉദ്യോഗസ്ഥരൊക്കെ ആദ്യമൊക്കെ തടഞ്ഞു നിർത്തിയെങ്കിലും അല്ലു അർജുൻ്റെ സുരക്ഷയാണ് ആദ്യം പ്രധാനമായിട്ട് നോക്കിയത്. പക്ഷേ എങ്കിൽ പോലും അവർക്ക് എല്ലാവർക്കും സുഗമമായി അല്ലു അർജുനെ കാണാൻ പറ്റി. തിരികെ അല്ലു അർജുൻ കൈവീശി കാണിച്ചു. ആരാധകരെ എല്ലാവർക്കും അഭിവാദ്യം അർപ്പിച്ചാണ് എന്തായാലും മടങ്ങിയിട്ടുള്ളത്. ഇനി കൊച്ചിയിലെ ഒരു ഹോട്ടലിലാണ് ഈ ചടങ്ങ് സംഘടിപ്പിക്കുന്നത്. ഇപ്പോൾ കണ്ണൂരിൽ നിന്ന് വന്ന സംഘമാണ് ഇപ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അങ്ങനെ വലിയ ഒരു ആരാധക സംഭവം തന്നെയായിരുന്നു ഇവിടെ. താഴത്തില്ലടാ. ഈ പ്രാവശ്യത്തെ ട്രെയിലർ ഒരു പ്രത്യേകത കൂടിയുണ്ടെന്ന്. പുഷ്പ നാഷണൽ അല്ല, എന്തായാലും വലിയ ആവേശം തന്നെയാണ് ഈ അല്ലു അർജുനെ കാണാനെത്തിയ ആളുകളും ഇവിടെ പങ്കുവച്ചത്. അല്ലു അർജുൻ അല്ല, മല്ലു അർജുൻ. അതാണ് മലയാളി താരങ്ങളെ പോലെ അല്ല അല്ലു അർജുൻ എന്നാണ് പറയുന്നത്.